കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 2 ഞായറാഴ്ച. ഞാൻ എം ജയപ്രകാശ്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരുക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടത് നഞ്ചക്കുകൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിടിയിലായ 5 വിദ്യാർത്ഥികളെയും കൊലക്കുറ്റം ചുമത്തി ഒബ്സർവേഷൻ ഹോമിലാക്കി. ഈ വാർത്തയാണ് മലയാള പത്രങ്ങൾക്കിന്ന് ലീഡ്. വേണ്ട മക്കളെ എന്ന് മാതൃഭൂമിയും പാഠം പഠിക്കട്ടെ എന്ന് മാധ്യമവും തലക്കെട്ട് നൽകി. ധാതു കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ അപമാനിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി നൽകിയ സെലൻസ്കിക്ക് പിന്തുണയുമായി ലോകം. അടിച്ചുപിരിഞ്ഞ ഓവൽ ചർച്ച പത്രങ്ങൾക്ക് പ്രധാന വാർത്തയാണ്. ഈ വർഷത്തെ വേനൽക്കാലം ചുട്ടുപൊള്ളുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 125 വർഷത്തിനിടയിലെ ഉയർന്ന ചൂടായിരുന്നു ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയത്. പത്രവാർത്തകൾ കേൾക്കാം വിശദമായി. ആദ്യം മാധ്യമത്തിലെ വാർത്തയിലേക്കാണ്. ഈ മകന്റെ ചോര കൊണ്ടെങ്കിലും കുട്ടികൾ പാഠം പഠിക്കട്ടെ എന്നാണ് തലക്കെട്ട്. ഷഹബാസിന് കണ്ണീർ യാത്രാമൊഴി. 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം. പ്രതികൾ റിമാൻഡിൽ. മരണകാരണം തലയോട്ടിക്കേറ്റ പ്രഹരം. വിദ്യാർത്ഥികളുടെ വെല്ലുവിളി സന്ദേശങ്ങൾ പുറത്ത്. ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതര പരിക്കേറ്റ് ദാരുണമായി മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് കണ്ണീർ യാത്രാമൊഴി. ശനിയാഴ്ച വൈകിട്ട് 3:15 ഷഹബാസിന്റെ ചേതനയറ്റ ശരീരം പാലോറക്കുന്നിലെ തറവാട് വീട്ടിലെത്തിക്കുമ്പോൾ കൂടിനിന്ന ജനസാഗരത്തിന്റെ കണ്ണുകൾ ചാലിട്ടൊഴുകി. ഉറ്റവരും സുഹൃത്തുക്കളും സഹപാഠികളും വാവിട്ട് കരഞ്ഞു. അധ്യാപകർ വിതുമ്പുന്നുണ്ടായിരുന്നു. ചുങ്കം ടൗൺ ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം മൃതദേഹം താമരശ്ശേരി ചുങ്കം കെടവൂർ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. എളേറ്റിൽ വട്ടോളി MJ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് ചുങ്കം പാലോറക്കുന്ന് ഇക്ബാലിന്റെ മകനാണ്. സംഭവത്തിൽ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ഇവരെ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡ് ചെയ്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കുന്നുണ്ട്. മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടിക്കേറ്റ കനത്ത പ്രഹരമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാൽ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി ട്രിസ് ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പാർട്ടിയിൽ എളേറ്റിൽ MJ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഡാൻസ് പാട്ട് നിലച്ച് തടസ്സപ്പെട്ടു. തുടർന്ന് താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചില കുട്ടികൾ കൂകി വിളിച്ചു. ഇത് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. സംഭവം അധ്യാപകർ ഇടപെട്ട് ശാന്തമാക്കി വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടു. പിന്നീട് MJ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സംഘടിക്കുകയും താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളോട് താമരശ്ശേരി വെഴുപ്പൂർ റോഡിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം 10ലധികം കുട്ടികൾ എത്തിച്ചേർന്നതായും ഇവരും MJ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഈ സംഘത്തിൽ ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത ഷഹബാസും ഉൾപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വീട്ടിൽ നിന്നിറങ്ങിപ്പോയ കുട്ടി 7 മണിക്ക് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. പലഹാരം വാങ്ങാൻ പറഞ്ഞയച്ചതായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. എന്നാൽ ഷഹബാസിനെ മറ്റു വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവശേഷം ഷഹബാസിനെ കൂട്ടുകാർ വീട്ടിലെത്തിക്കുകയായിരുന്നു. അവശനായി കിടന്ന കുട്ടി പിന്നീട് ഛർദ്ദിക്കുകയും ബോധക്ഷയം അനുഭവപ്പെടുകയും ചെയ്തു. ഇതോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ശനിയാഴ്ച പുലർച്ചെ 12:30യോടെയായിരുന്നു അന്ത്യം. ഇതിനിടെ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്തുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും പിന്നീട് ഷഹബാസിന്റെ ഫോണിലേക്ക് ശബ്ദ സന്ദേശമയച്ച് കുറ്റാരോപിതനായ വിദ്യാർത്ഥി നടത്തുന്ന കുറ്റസമ്മതവും പുറത്തുവന്നിട്ടുണ്ട്. റംസീനയാണ് ഷഹബാസിന്റെ മാതാവ്.
റമദാന് തുടക്കം. വിശ്വാസികൾക്ക് ഇനി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും രാപ്പകലുകൾ. മാസപ്പിറ കണ്ടതിനാൽ ഞായറാഴ്ച റംദാൻ 1 ഖാദിമാരായ പാണക്കാട് സാദിഖലി തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, നാസർ ഹൈ ശിഹാബ് തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലൈലി എന്നിവർ അറിയിച്ചു. ഞായറാഴ്ച റംദാൻ 1 സംയുക്ത മഹൽ ജമാഅത്ത് ഖാദി ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, തിരുവനന്തപുരം വലിയ ഖാദി ചന്ദിരൂർ VM അബ്ദുല്ല മൗലവി, നായിബ് ഖാദിമാരായ KK സുലൈമാൻ മൗലവി, A ആബിദ് മൗലവി എന്നിവർ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ശനിയാഴ്ച തന്നെ നോമ്പ് തുടങ്ങിയിരുന്നു. ഇനി മനോരമയിലെ വാർത്തയിലേക്കാണ്. അടിച്ചുപിരിഞ്ഞ് ഓവൽ ചർച്ച, ഹീറോയായി സെലൻസ്കി. യുക്രൈനു പിന്നിൽ അണിനിരന്ന് യൂറോപ്യൻ യൂണിയൻ, UK. വാഷിംഗ്ടൺ. അലസിപ്പിരിഞ്ഞ ട്രംപ് സെലൻസ്കി ചർച്ചയുയർത്തിയ അലകൾ അവസാനിക്കുന്നില്ല. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ചത്. ശക്തമായി തിരിച്ചടിച്ച സെലൻസ്കി ധാതു കൈമാറ്റ കരാർ ഒപ്പുവെക്കാതെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. സെലൻസ്കിയെ കണ്ടിട്ട് സമാധാനം ആഗ്രഹിക്കുന്നൊരാളായി തോന്നുന്നില്ലെന്നായിരുന്നു വിവാദ ചർച്ചയ്ക്ക് ശേഷം ട്രംപിന്റെ പ്രതികരണം. യുക്രൈനും റഷ്യയും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലപാട് മയപ്പെടുത്തിയ സെലൻസ്കി US-ന്റെ പിന്തുണ യുക്രൈന് അനിവാര്യമാണെന്നും ട്രംപുമായി സൗഹൃദം തുടരാനാണ് ആഗ്രഹമെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും വ്യക്തമാക്കി. യുദ്ധം തുടരാനാണ് സെലൻസ്കി ആഗ്രഹിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയ റഷ്യ US സന്ദർശനത്തെ നയതന്ത്ര പരാജയമെന്ന് വിശേഷിപ്പിച്ചു. ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കൻ സഖ്യരാജ്യങ്ങളായ UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയവയും യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. യുക്രൈനിൽ സെലൻസ്കിക്ക് പിന്തുണയേറിയതായി ആണ് വിലയിരുത്തൽ. UK-യിലെത്തിയ സെലൻസ്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയോർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തും. ചൂട് കനക്കും. ഈ വർഷത്തെ വേനൽക്കാലം ചുട്ടുപൊള്ളുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്ന ദിനങ്ങൾ വർദ്ധിക്കും. കുട്ടികളും പ്രായമായവരും ആരോഗ്യപ്രശ്നങ്ങൾ നേരിടുന്നവരും ജാഗ്രത പാലിക്കണം. കാലാവസ്ഥ രേഖപ്പെടുത്താൻ തുടങ്ങിയ 1901 ശേഷം ഇതുവരെയുള്ള ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ മാസം രാജ്യത്തെ ശരാശരി താപനില 22.04 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇത് സാധാരണയേക്കാൾ 1.34 ഡിഗ്രി സെൽഷ്യസ് അധികമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ഫെബ്രുവരിയിലെ ശരാശരി താപനില ഏറ്റവും അധികം രേഖപ്പെടുത്തിയിട്ടുള്ളത് തെക്കേ ഇന്ത്യയിലാണ്, 26.75 ഡിഗ്രി സെൽഷ്യസ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ താപനില 40 ഡിഗ്രി കടന്നിരുന്നു. സ്കൈപ്പ് ചരിത്രമാകുന്നു, ഇനി ടീംസ് മാത്രം. ലോകത്തിലെ തന്നെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിലൊന്നായ സ്കൈപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ മൈക്രോസോഫ്റ്റ്. മെയ് 5 ശേഷം സ്കൈപ്പ് ലഭ്യമാകില്ലെന്ന് കമ്പനി ബ്ലോഗിലൂടെ അറിയിച്ചു. 2003 സ്കൈപ്പ് നിലവിൽ വന്നത്. മൈക്രോസോഫ്റ്റ് തന്നെ 2017 പുറത്തിറക്കിയ ടീംസിൽ ഇതേ സൗകര്യങ്ങൾ തുടരുമെന്ന് കമ്പനി അറിയിച്ചു. ഉപഗ്രഹാധിഷ്ഠിത ടോൾ തൽക്കാലം നടപ്പാക്കില്ല. ന്യൂഡൽഹി. ദേശീയപാതകളിലെ ബൂത്തുകൾ ഒഴിവാക്കി ടോൾ പിരിക്കാൻ ഉപഗ്രഹാധിഷ്ഠിത സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ താൽക്കാലികമായി മരവിപ്പിച്ചു. ടോൾ പിരിവിന് കൃത്യമായുള്ള ഈ സംവിധാനം ഏർപ്പെടുത്താൻ കുറച്ചുകൂടി സമയം വേണമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അമേരിക്കൻ GPS സംവിധാനത്തിനു പകരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റം സജ്ജമാകുന്നതുവരെയാണ് മരവിപ്പിക്കൽ. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം 2024 ജൂണിൽ ആവിഷ്കരിച്ചത്. അമേരിക്കൻ GPS ആണ് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. എന്നാൽ ഈ GPS-ന് ബദലായി ഇന്ത്യയിൽ തയ്യാറാക്കിയ ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം
തയ്യാറാക്കുന്നതിനായാണ് കാത്തിരിപ്പെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ISRO വികസിപ്പിച്ച നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞാൽ പുതിയ ടോൾ പിരിവ് സംവിധാനം നിലവിൽ വരുമെന്നും അവർ വ്യക്തമാക്കി. സർവകലാശാല നിയമ ഭേദഗതി ഗുണഭോക്താവ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥകൾക്കൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി ആർ ബിന്ദുവിന് വ്യക്തിപരമായി ഗുണമാകുന്ന വകുപ്പുകളും. കോളേജ് അധ്യാപകർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ, കോർപ്പറേഷൻ മേയർ എന്നീ പദവികളിലെത്തിയാൽ ആ കാലയളവ് വേതനമില്ലാത്ത അവധിയായി കണക്കാക്കാമെന്ന് ആണ് ബില്ലിലെ പുതിയ വ്യവസ്ഥ. 2005 മുതൽ 2010 വരെ ആർ ബിന്ദു തൃശൂർ മേയറായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി 2021 തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് അവർ രാജിവെച്ചത്. നിയമഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ മന്ത്രിയുടെ മേയർ പദവിയുടെ കാലയളവ് കൂടി പരിഗണിച്ച് കോളേജ് അധ്യാപിക എന്ന നിലയിൽ ഉയർന്ന പെൻഷൻ ആനുകൂല്യം വാങ്ങാനാകുമെന്നാണ് ആക്ഷേപം. 5 വർഷം മേയറായിരുന്നതുൾപ്പെടെ 26 വർഷത്തെ സർവീസാണ് അവർക്ക് ലഭിക്കുക. എയ്ഡഡ് കോളേജിൽ അധ്യാപകർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കി സർവീസ് ചട്ടം 2021 ഭേദഗതി ചെയ്തെങ്കിലും സുപ്രീംകോടതിയുടെ സ്റ്റേ തുടരുകയാണ്. ബിൽ തിങ്കളാഴ്ച നിയമസഭ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ പദവി വഹിച്ചിരുന്ന എയ്ഡഡ് കോളേജ് അധ്യാപകർ ആ കാലയളവ് സർവീസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറിന് 6 രൂപ കൂട്ടി. രാജ്യത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ 19 കിലോഗ്രാം സിലിണ്ടറിന് 6 രൂപ കൂടി 1812 രൂപയായി. ഫെബ്രുവരി 1 അത് 1806 ആയിരുന്നു. വിലവർധന മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ജനുവരി 1 14 രൂപ കുറച്ചിരുന്നു. അതേസമയം 2024 ഓഗസ്റ്റ് മുതൽ 14.2 കിലോ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ചെന്നൈയിൽ വാണിജ്യ സിലിണ്ടറിന് 5.5 രൂപ കൂടി 1965 രൂപയായി. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 20 രൂപ 50 പൈസയാണ് കുറച്ചത്. ഡൽഹിയിലെ സിലിണ്ടർ വില 1797 രൂപയിൽ നിന്ന് 1803 രൂപയായി. കൊൽക്കത്തയിൽ 1913 രൂപയും മുംബൈയിൽ 1755 രൂപയുമാണ് പുതുക്കിയ വില. മർദ്ദനക്കേസ് തുമ്പായി. തടവിലിട്ട യുവതിയെ മോചിപ്പിച്ചു. അവശയായ യുവതിയെ പോലീസ് ആശുപത്രിയിലെത്തിച്ചു. പുതുക്കാട്. ആക്രമണക്കേസിലെ പ്രതികളെ അന്വേഷിച്ചെത്തിയ പോലീസ് കണ്ടത് തടങ്കലിൽ കിടക്കുന്ന യുവതിയെ. ഗുരുതര പരിക്കുകളോടെ 1 മണിക്കൂറോളം തടവിൽ കിടന്ന് അവശയായ യുവതിയെ പോലീസ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. പാലിയേക്കര കോഫി ഷോപ്പ് ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ വ്യാഴാഴ്ച രാത്രി 11 ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ആക്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇവർ അമിതമായി ലഹരി ഉപയോഗിച്ച നിലയിലായിരുന്നു. ഷോപ്പിൽ തിരക്കു നിയന്ത്രിക്കുവാൻ ഏർപ്പെടുത്തിയിരുന്ന ടോക്കൺ എടുക്കാനാവശ്യപ്പെട്ട ജീവനക്കാരനായ അബ്ദുലിനെ പ്രകോപിതരായ യുവാക്കൾ ക്രൂരമായി ആക്രമിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇന്നലെ കല്ലൂരിലെ ഗോപകുമാറിന്റെ വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മനക്കൊടി സ്വദേശിനിയായ യുവതിയെ തടവിലിട്ട നിലയിൽ കണ്ടെത്തിയത്. മോചിപ്പിച്ച് ആശുപത്രിയിലെത്തിച്ച് മൊഴിയെടുത്തപ്പോഴാണ് വണ്ടി ഇടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയതാണെന്ന് മനസ്സിലായത്. ചില സാമ്പത്തിക ഇടപാടുകളുടെ പേരിലായിരുന്നു അക്രമം. അഖിൽ എന്നയാളുമായി ചേർന്ന് ഗോപകുമാർ തൃശൂരിൽ സ്പാ നടത്തിയിരുന്നു. ഇതിന്റെ കണക്കുകൾ സംബന്ധിച്ച തർക്കം തീർക്കാൻ ഇന്നലെ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് അഖിൽ എത്തിയില്ല. ഈ വൈരാഗ്യത്തിനാണ് അഖിലിന്റെ സുഹൃത്തായ യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. 3 മണിയോടെ പടിഞ്ഞാറേക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിന് സമീപം സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ കാറിടിച്ച് വീഴ്ത്തി കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവരുടെ 4 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവരുകയും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. 2 കേസുകളിലുമായി 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യാത്രാ സൗജന്യം ഉത്തരവ്. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ഓട്ടോ തൊഴിലാളികൾ. നിരക്ക് മീറ്ററില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് സംബന്ധിച്ച് മന്ത്രിയുമായുള്ള യോഗത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. ഗതാഗത കമ്മീഷണറുടേതാണ് ഉത്തരവ്. തീരുമാനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തിടുക്കം കാട്ടിയാൽ പണിമുടക്കുമെന്ന് യൂണിയൻ അറിയിച്ചു. തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്നാണ് പത്തനംതിട്ടയിൽ ഇന്നലെ ഭാരവാഹികൾ ഓൺലൈൻ യോഗം ചേർന്നത്.
മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. വത്തിക്കാൻ സിറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നു. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇരു ശ്വാസകോശങ്ങളിലും അണുബാധയ്ക്ക് 2 ആഴ്ചയിലേറെയായി ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ നില വെള്ളിയാഴ്ച വൈകുന്നേരം അല്പം മോശമായെങ്കിലും രാത്രി വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉറങ്ങി. രാവിലെ കാപ്പി കുടിക്കുകയും ദിനപത്രങ്ങൾ വായിക്കുകയും ചെയ്തു. ഇന്നലെ പകൽ പൂർണ്ണ വിശ്രമം. ശ്വാസതടസ്സത്തിനൊപ്പം ചുമയുമുള്ളതിനാൽ ഇടയ്ക്കിടെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസനം. തൊണ്ടയിൽ നിന്ന് ഡോക്ടർമാർ കഫം നീക്കി. 88 വയസ്സുള്ള മാർപ്പാപ്പയെ കഴിഞ്ഞ മാസം 14-നാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉത്തരാഖണ്ഡ് മഞ്ഞിടിച്ചിൽ 4 മരണം, 5 പേരെ കണ്ടെത്താനായില്ല. ഇതേവരെ 46 തൊഴിലാളികളെ രക്ഷിച്ചു. ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ അതിർത്തി ഗ്രാമമായ മനായിൽ മഞ്ഞുമല ഇടിഞ്ഞു കുടുങ്ങിയ 4 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 46 തൊഴിലാളികളെ രക്ഷിച്ചു. ആകെ 55 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വ്യോമമാർഗം ജോഷിമഠ് സൈനിക ആശുപത്രിയിലെത്തിച്ചു. ടിബറ്റൻ അതിർത്തിയിലെ ഇന്ത്യയുടെ അവസാന ഗ്രാമമായ മനായ്ക്കും മനാചുരത്തിനും ഇടയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മഞ്ഞുമല ഇടിഞ്ഞത്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 കിലോമീറ്റർ ഉയരത്തിലാണ് മനാ ഗ്രാമം. ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിലുണ്ടായിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. കരസേന, വ്യോമസേന, ITBP എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 6 ഹെലികോപ്റ്ററുകൾ സ്ഥലത്തുണ്ട്. 33 പേരെ വെള്ളിയാഴ്ച രാത്രിയും 13 പേരെ ഇന്നലെ പകലുമായി രക്ഷപ്പെടുത്തി. ടിബറ്റൻ അതിർത്തിയിലേക്കുള്ള സൈനിക വാഹനങ്ങളുടെ നീക്കം സുഗമമാക്കുന്നതിന് ജോഷിമഠിനും മനായ്ക്കും ഇടയിലെ റോഡിൽ മഞ്ഞ് നീക്കം ചെയ്യുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡിനു പുറമെ ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ 2 ദിവസമായി അസാധാരണമായ മഴയും ഹിമപാതവും മണ്ണിടിച്ചിലുമാണ് അനുഭവപ്പെടുന്നത്. കുളു, മണാലി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മഞ്ഞുവീഴ്ചയെ തുടർന്ന് അപകട മുന്നറിയിപ്പുണ്ട്. ഹിമാചൽ പ്രദേശിലെ 583 റോഡുകളും 5 ദേശീയപാതകളും അടച്ചതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നാളെ മറ്റൊരു മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും ദുരന്ത നിവാരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ 100-ലധികം ബസ്സുകൾ സംസ്ഥാനത്തെമ്പാടുമായി കുടുങ്ങിക്കിടക്കുകയാണ്. മിക്ക പ്രദേശങ്ങളിലെയും ഗതാഗത സംവിധാനങ്ങൾ തകർന്നു. വൈദ്യുതി, ഫോൺ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ജലവിതരണ സംവിധാനങ്ങളും ദുരന്തത്തെ ബാധിച്ചിട്ടുണ്ട്. ആശാസമരം. നാളത്തെ നിയമസഭാ മാർച്ച് നിർണായകം. പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചേക്കും. ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നാളെ നടത്തുന്ന നിയമസഭാ മാർച്ച് നിർണായകമാകും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ സമരത്തിന് ലഭിച്ചതും സമരം പൊളിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളുമൊക്കെ സഭയിൽ ഉയരുന്ന ദിനം കൂടിയാണ് നാളെ. ഓണറേറിയത്തിൽ മാന്യമായ വർധന നടത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമോയെന്നും വ്യക്തമാകും. നിയമസഭാ മാർച്ച് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് വിവരം. സർക്കാർ തള്ളിക്കളഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമരസ്ഥലത്തേക്ക് നീങ്ങാനാണ് സാധ്യത. നാടകീയ രംഗങ്ങളിലൂടെ സമരത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാതെ ഇന്ന് തന്നെ രമ്യമായ പരിഹാരം കാണണമെന്ന അഭിപ്രായം സർക്കാരിൽ ചിലർക്കുണ്ട്. SUCI ആഭിമുഖ്യമുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സമരം. കോൺഗ്രസ് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ സമരത്തിന്റെ മുഖം മാറി. ശിവശങ്കർ വേട്ടയാടപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം. ലൈഫ് മിഷൻ കേസിൽ പ്രതിയായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ടുവെന്ന് ശിവശങ്കറിന്റെ പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തെ സ്റ്റാർട്ടപ്പ് വളർച്ചയെക്കുറിച്ച് ഡിവൈഎഫ്ഐയും ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു പരാമർശം. ആദ്യഘട്ടത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെയും ഓർക്കുകയാണ്. വളരെ മികവാർന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വ്യക്തിപരമായുള്ള ദൗർബല്യം മൂലം
പിന്നീട് വല്ലാത്ത വേട്ടയാടലിന് അദ്ദേഹം ഇരയാക്കപ്പെടുന്നതും കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞു. എം ശിവശങ്കറിനെ തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി അനുകൂലിച്ച് സംസാരിക്കുന്നത്. NCP സംസ്ഥാന പ്രസിഡന്റ് ഐകകണ്ഠ്യേന തിരഞ്ഞെടുത്തത് ചരിത്രത്തിലാദ്യമെന്ന് തോമസ് കെ തോമസ്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 14 ജില്ലാ പ്രസിഡന്റുമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ NCP സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തതെന്ന് തോമസ് കെ തോമസ് MLA. ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും എടുത്ത തീരുമാനത്തെ തുടർന്നാണ് ദേശീയ നേതൃത്വം തന്നെ സംസ്ഥാന പ്രസിഡന്റാക്കിയത്. ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. യു പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. യു പ്രതിഭ MLAയുടെ മകൻ കനിവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും പ്രതി ചേർത്തതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും അന്വേഷണ റിപ്പോർട്ട്. ഇതോടെ കനിവ് കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവാകും. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ MLA മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്രമങ്ങളിലാണ് വീഴ്ചയുണ്ടായത്. MLAയുടെ മകനടക്കമുള്ളവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല. കനിവ് കഞ്ചാവ് ഉപയോഗിച്ചത് കണ്ടതായി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരാരും മൊഴി നൽകിയിട്ടില്ല. കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ പരിശോധനകളും നടത്തിയിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ട മറ്റ് സാക്ഷികളും ഉണ്ടായിരുന്നില്ല. ഡിസംബർ 28-ന് കുട്ടനാട് എക്സൈസ് സംഘമാണ് കനിവിനെയും 8 സുഹൃത്തുക്കളെയും തകഴിയിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത്. കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും ഇവരെ പിടികൂടിയ ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഈ വസ്തുതകൾ വിശദീകരിച്ചാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. അതിനാൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നാണ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. കനിവ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 2 പേരുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇവർക്കെതിരെ കേസ് നിലനിൽക്കും. മറ്റ് 7 പേരും കേസിൽ നിന്ന് ഒഴിവാകും. തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപത്തുനിന്ന് കഞ്ചാവുമായി 9 പേരെ പിടികൂടി ഏറെ സമയം കഴിഞ്ഞാണ് കേസെടുത്തത്. സമസ്തയിൽ താൽക്കാലിക വെടിനിർത്തൽ, പരിഹാരം പിന്നീട്. പരസ്പരമുള്ള വിഴുപ്പലക്കലുകളും വിമർശനങ്ങളും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം. ഇരുവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ കേട്ട ശേഷം ലീഗ് സംസ്ഥാന നേതൃത്വം പരിഹാര നടപടികൾ പ്രഖ്യാപിക്കുന്നതുവരെ പരസ്പരമുള്ള വിഴുപ്പലക്കലുകളും വിമർശനങ്ങളും ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇത്തരത്തിലുള്ള സമീപനം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും നടപടിയുണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ലീഗിന്റെ ഭാഗത്തുനിന്ന് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും, സമസ്തയുടെ ഭാഗത്തുനിന്ന് ജിഫ്രി തങ്ങൾ, MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്നിവരുമാണ് നേതൃനിരയിലുണ്ടായിരുന്നത്. MC മായിൻ ഹാജിയുടെ നേതൃത്വത്തിൽ 10 പേർ ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്നും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ 10 പേർ മറുഭാഗത്തുനിന്നും ചർച്ചയിൽ പങ്കെടുത്തു. കോഴിക്കോട് ഹൈസൻ ഹോട്ടലിൽ രാവിലെ 9-ന് തുടങ്ങിയ ചർച്ച 4 മണിക്കൂർ നീണ്ടു. ഇരുവിഭാഗവും തങ്ങളുടെ പ്രശ്നങ്ങൾ നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ശേഷം 2 വിഭാഗത്തെ വെവ്വേറെയും നേതൃത്വം കേട്ടു. എല്ലാം പരിഹരിച്ചു കഴിഞ്ഞുവെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് പിരിഞ്ഞാൽ പോരെന്നും ഓരോ പ്രശ്നത്തിനും പരിഹാരവും തീരുമാനവും ഉണ്ടാകണമെന്നുമുള്ള നിലപാടിൽ ഇരുവിഭാഗവും ഉറച്ചുനിന്നു. CAC പ്രശ്നമാണ് ലീഗ് വിരുദ്ധ നിലപാടുള്ളവർ ചൂണ്ടിക്കാട്ടിയ പ്രധാന വിഷയം. ഇത് സംബന്ധിച്ച് സമസ്ത മുഷാവറ എടുത്ത തീരുമാനങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് നേതൃത്വത്തെ അപമാനിക്കലാണെന്നും തീരുമാനം നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ചില്ലറ തർക്കം തീർന്നു. KSRTC ടിക്കറ്റ് എടുക്കാനും GPay 2 മാസത്തിനകം മുഴുവൻ ബസ്സുകളിലും ഏർപ്പെടുത്തും. KSRTC ബസ്സുകളിൽ ഗൂഗിൾ പേ അടക്കം UPI ആപ്പുകൾ വഴി ടിക്കറ്റ് എടുക്കാൻ സംവിധാനമൊരുങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ദീർഘദൂര ബസ്സുകളിലും കൊല്ലം ജില്ലയിലെ വിവിധ ഡിപ്പോകളിലും ഡിജിറ്റൽ ടിക്കറ്റ് എടുക്കൽ ആരംഭിച്ചു. ഉടൻ പത്തനംതിട്ടയിലേക്കും
വൈകാതെ മറ്റ് ജില്ലകളിലേക്കും പുതിയ സജ്ജീകരണമെത്തും. 2 മാസത്തിനകം സംസ്ഥാനത്തെ എല്ലാ കെഎസ്ആർടിസി ബസ്സുകളിൽ നിന്നും UPI പേയ്മെന്റ് ആപ്പുകൾ വഴി ടിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി ജീവനക്കാർക്ക് പരിശീലനം നൽകി വരികയാണ്. കെഎസ്ആർടിസിയുടെ തന്നെ യന്ത്രങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകാം. തൊട്ടുപിന്നാലെ പ്രിന്റ് ചെയ്ത ടിക്കറ്റ് ലഭിക്കും. കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിലേക്കാവും പണമെത്തുക. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ അനുവദനീയമല്ല. നേരത്തെ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സിറ്റി സർക്കുലർ സർവീസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലും പരീക്ഷണാർത്ഥം ഓൺലൈൻ പണമിടപാട് ആരംഭിച്ചിരുന്നു. ഇത് വിജയകരമായതോടെ ജില്ലയിലെ മറ്റ് ഡിപ്പോകളിലേക്കും വ്യാപിപ്പിച്ചു. ഇതിന്റെ തുടർച്ചയാണ് കൊല്ലത്തേക്കും പദ്ധതി നടപ്പാക്കുന്നത്. ഇതിലൂടെ ചില്ലറ തർക്കം, ബാലൻസ് വാങ്ങാൻ മറക്കൽ, മടക്കം പ്രശ്നങ്ങൾക്ക് അടക്കം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കെഎസ്ആർടിസിയുടെ കണക്കുകൂട്ടൽ. UPI ആപ്പുകൾ സ്വീകരിക്കണമെന്ന് യാത്രക്കാരും ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഗസ രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതിയില്ലെന്ന് ഹമാസ്. കെയ്റോ. ഗസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതിയില്ലെന്ന് ഹമാസ്. ചർച്ച തുടരുമോയെന്ന കാര്യം വ്യക്തമല്ലെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ബാസിം നയീം പറഞ്ഞു. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെള്ളിയാഴ്ചയാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. US നിർദ്ദേശപ്രകാരം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച. ഹമാസ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം 42 ദിവസം നീട്ടണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം ഹമാസ് തള്ളി. നിർദ്ദേശം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഹമാസിന്റെ മറ്റൊരു നേതാവ് പറഞ്ഞു. ജനുവരിയിലാണ് 3 ഘട്ട ഗസ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പിട്ടത്. 4 പതിറ്റാണ്ട് തുർക്കിയയിൽ കുർദുകൾ വെടിനിർത്തി. ഇസ്താംബുൾ. തുർക്കിയയിലെ കുർദ് സായുധ വിഭാഗമായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി 40 വർഷത്തിനു ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ജയിലിലുള്ള കുർദ് നേതാവ് അബ്ദുള്ള ഒക്കലാൻ 2 ദിവസം മുൻപ് അണികളോട് ആയുധം താഴെവെക്കാൻ ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയാണ് സമാധാനത്തിനും ജനാധിപത്യവൽക്കരണത്തിനുമായി ആയുധം താഴെവെക്കുകയാണെന്ന്, തങ്ങൾ ആക്രമിക്കപ്പെടാതെ ഇനി ആയുധമെടുക്കില്ലെന്നും കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത്. ജനാധിപത്യ രാഷ്ട്രീയവും നിയമാനുസൃത പ്രവർത്തനങ്ങളുമാണ് വിജയത്തിന് അനുയോജ്യമെന്ന് പ്രസ്താവനയിൽ ഊന്നിപ്പറയുന്നു. 1999 മുതൽ തടവിലുള്ള അബ്ദുള്ള ഒക്കലാനെ മോചിപ്പിക്കണമെന്ന അഭ്യർത്ഥനയും പാർട്ടി നടത്തിയിട്ടുണ്ട്. 1984 മുതൽ PKK തുർക്കിയ ഭരണകൂടവുമായി ഏറ്റുമുട്ടലിലാണ്. 10,000ങ്ങളാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. മുൻപ് പലവട്ടം സമാധാന സംഭാഷണങ്ങൾ നടന്നിരുന്നുവെങ്കിലും വിജയത്തിൽ എത്തിയിരുന്നില്ല. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.